പത്രങ്ങളുടെ വാ മൂടിക്കെട്ടി, പത്രങ്ങളിലേക്കുള്ള കറണ്ട് കണക്ഷൻ, വൈദ്യുതി വിച്ഛേദിച്ചു. ഭാരതത്തിൽ മുഴുവൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഇങ്ങനെ ഉയർന്നു വരുന്ന കാലമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അഴിമതിക്കെതിരെ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമായിരുന്നു അത്. കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞ പത്രക്കാരെക്കുറിച്ച് LK അഡ്വാനി പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ഒട്ടും ശരിയല്ല. അന്ന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വർഗീയവാദിയാണെങ്കിൽ ഞാനും വർഗീയവാദിയാണ്. ഈ രാംനാഥ് ഗോയങ്കയുടെ പത്രത്തിൽ നിന്ന് അതിൽ പണിയെടുത്തിരുന്ന ഒരാൾ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടത്തിയതിന് പുറത്താക്കപ്പെട്ടു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത 1975 ജൂൺ 25 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ അടിയന്തരാവസ്ഥ. അന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കളെല്ലാം ജയിലിലായി. പത്രങ്ങൾ സെൻസർഷിപ്പിന് വിധേയരായി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ ശ്രീ M. രാജശേഖര പണിക്കരാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പമുള്ളത്. നമസ്കാരം സർ. നമസ്കാരം. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം കണ്ട ഭീകരമായ ഒരവസ്ഥയായിരുന്നു 1975 അടിയന്തരാവസ്ഥ. ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ രാജ്യമെങ്ങും അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായി കേരളത്തിലും പ്രക്ഷോഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങ് അതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് വരിച്ച ആളാണ്, ജയിലിൽ കിടന്നിട്ടുണ്ട്, ജോലി നഷ്ടമായിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്? എങ്ങനെയാണത് തുടങ്ങിയത് കേരളത്തെ സംബന്ധിച്ച്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ന പോലെ തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിതത്തിലും ഒരു ഡിഫൈനിങ് മൊമെൻറ്റ് എന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ 1947 അങ്ങനെ ഒരു ഡിഫൈനിങ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പും അതിന് ശേഷവും എന്ന നിലയിൽ ആണത് അറിയപ്പെടുന്നത്. വിവേകാനന്ദ സ്വാമിയുടെ ചിക്കാഗോ പ്രസംഗം ഒരു ഡിഫൈനിങ് മൊമെൻ്റാണ്, അതിന് മുമ്പും അതിന് ശേഷവും എന്ന നിലയിൽ. 1975 ജൂൺ 25 അർദ്ധരാത്രിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അതേപോലെ ഇന്ത്യയുടെ ചരിത്രത്തിലൊരു ഡിഫൈനിങ് മൊമെൻ്റാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമായിരുന്നു അത്. നമ്മളിപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ് വാചാലമാകുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ആരെയൊക്കെയാണ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത്? മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, LK അഡ്വാനി, അതുപോലെ ചന്ദ്രശേഖർ, മധുലിമായി, അങ്ങനെ എത്ര വെറ്ററൻസിനെയാണ് അന്ന് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത്. ജയപ്രകാശ് നാരായണനെ പോലെയുള്ള ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അന്ന് വരെ അചിന്ത്യമാണ്. പത്രങ്ങളുടെ വാ മൂടിക്കെട്ടി, പത്രങ്ങളിലേക്കുള്ള കറണ്ട് കണക്ഷൻ, വൈദ്യുതി വിച്ഛേദിച്ചു. പിറ്റേ ദിവസം പല പത്രങ്ങളും പുറത്തിറങ്ങിയില്ല. മാത്രമല്ല, ഏതാണ്ട് RSS ഉൾപ്പെടെയുള്ള 28ഓളം സംഘടനകളെ നിരോധിച്ചു. അവർക്ക് ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ ശബ്ദിക്കാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതൊരു വലിയ അനുഭവമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ. അതിന് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വലിയ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരിക്കലും അത്തരം ഏകാധിപത്യ പ്രവണതകൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അനുഭവങ്ങളാണ്. അന്നത്തെ കാലത്ത് മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളെയും ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തിരുന്നു. കുൽദീപ് നയ്യാർ, BG വർഗീസ്, ഓർഗനൈസറിൻ്റെ എഡിറ്ററായിരുന്ന മാൽഖാനി, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രീയക്കാരെ മാത്രമായിരുന്നില്ല, അതുപോലെ പ്രഗത്ഭരായ ജഡ്ജിമാരെയും അറസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ ഒരു സമരം രൂപം കൊള്ളുന്നുണ്ടായിരുന്നു. ലോക സംഘർഷ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊള്ളുകയും ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അന്ന്
നാനാജി ദേശ്മുഖ് അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ അതിനു വേണ്ടി 1975 നവംബർ 14 മുതൽ ജനുവരി 16 വരെ നീണ്ടു നിൽക്കുന്ന സമരപരിപാടികൾ അഖിലേന്ത്യാ തലത്തിൽ ആസൂത്രണം ചെയ്യുകയുണ്ടായി. തികച്ചും ഗാന്ധിയൻ രീതിയിലുള്ള സമരമുറിയായിരുന്നു. നമുക്ക് അക്രമത്തിലൂടെയുള്ള ഒരു സമരത്തെക്കുറിച്ച് അന്ന് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകൾ ചിന്തിച്ചിരുന്നില്ല. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിക്കെതിരെ ജനാധിപത്യത്തിന് നിരക്കുന്ന രീതിയിലുള്ള ഒരു സമര പരിപാടിയായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ ചിന്തിച്ചിരുന്നത്. ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ഗാന്ധിയൻ സമര രീതിയിൽ മുദ്രാവാക്യം മുഴക്കി അടിയന്തരാവസ്ഥ പിൻവലിക്കുക, പത്രമാരണ നിയമം പിൻവലിക്കുക, ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടും ലഘുലേഖകൾ വിതരണം നടത്തിക്കൊണ്ടും പരസ്യമായ സ്ഥലങ്ങളിൽ സമരം നടത്തുക എന്നുള്ളതായിരുന്നു. ഒരു 13-15 ആളുകൾ പങ്കെടുക്കുന്ന ചെറിയ ചെറിയ ബാച്ചുകളായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ ഏതാണ്ട് ആ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ 1,75,000-ഓളം പേരെ അന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 7,000-ഓളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. കേരളത്തിൽ അനേകം ബാച്ചുകളിലായി ആയിരക്കണക്കിന് ആളുകൾ സമരരംഗത്തുണ്ടായിരുന്നു. അന്ന് പത്രപ്രവർത്തന രംഗത്ത് ഒരു തുടക്കക്കാരനായിരുന്നു ഞാൻ. ഇന്ന് ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം പത്രപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ അനുഭവം വെച്ച് നോക്കുമ്പോൾ അന്ന് വളരെ തുടക്കക്കാരനായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് 1973 ഡിസംബർ 6 ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചത്. ഒരുപക്ഷേ ഈ കേരളത്തിൽ നിന്ന് വളരെ നാഷണൽ ലെവലിൽ പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ പത്രം ഇന്ത്യൻ എക്സ്പ്രസ് ആകണം എന്നെനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് ഹിന്ദുവൊക്കെ ഇവിടെ തുടങ്ങുന്നത്. 1973 ഡിസംബർ 6 ഞാൻ 12 ജോയിൻ ചെയ്തത്. അപ്പോൾ അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് ഏതാണ്ട് 1-2 വർഷത്തെ പരിചയം എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രൊബേഷണറി പീരീഡിലായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൽ. അന്ന് ഞാൻ മട്ടാഞ്ചേരി, എറണാകുളം, കൊച്ചി ഭാഗത്തുള്ള സംഘത്തിൻ്റേതായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് വരികയായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോക സംഘർഷ സമിതി സമരത്തിന് ആഹ്വാനം ചെയ്തു. ഞാൻ സമരത്തിന് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ പത്രമാരണ നിയമങ്ങൾക്കെതിരെ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് തുടക്കക്കാരനായ ഒരാൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് തികച്ചും അഭിമാനം ഉണ്ടായിരുന്നു. അന്ന് തന്നെ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കൃതാർത്ഥതയോട് കൂടിയിട്ടാണ് ഇന്നും ഞാൻ ഓർക്കുന്നത്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട പത്രപ്രവർത്തകർ ധാരാളമുണ്ട്. നമ്മുടെ PVK നെടുങ്ങാടി, P നാരായൺജി, പിന്നെ ദേശാഭിമാനിയിലെ ദക്ഷിണാമൂർത്തി, P രാജൻ ചേട്ടൻ എന്ന മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന രാജൻ, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലരെ മിസ അനുസരിച്ചും ചിലരെ DIR അനുസരിച്ചും അറസ്റ്റ് ചെയ്ത് ചിലരെ വിട്ടിട്ടുണ്ട്. ഇത് പലരും പ്രിവെൻറ്റീവ് അറസ്റ്റുകളാണ്. എൻ്റെ ചരിത്രം അല്പം വ്യത്യസ്തമാണ്. കാരണം ഈ ലോക സംഘർഷ സമിതി അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നയിച്ചിട്ടുള്ള ഒരുപക്ഷെ എൻ്റെ അറിവിൽ ഒരേ ഒരു പത്രപ്രവർത്തകൻ ഞാനാണ്. അത് പല പ്രാവശ്യവും ഞാനത് ചില സ്ഥലത്ത് എഴുതുകയും പറയുകയൊക്കെ ചെയ്ത് ആരും അത് നിഷേധിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റാരും അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭദിശയിൽ അങ്ങനെ ഒരു തോന്നലൊന്നുണ്ടായി എന്നുള്ളത് പക്ഷേ സംസ്കാരം കൊണ്ട് അങ്ങനെ തോന്നിയതായിരിക്കും. അപ്പോൾ ഈ കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞ പത്രക്കാരെക്കുറിച്ച് LK അഡ്വാനി പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ ഒട്ടും ശരിയല്ല. കാരണം ഞാൻ കുനിഞ്ഞില്ലെന്ന് മാത്രമല്ല, നിവർന്നു നിൽക്കുകയും അതിനെ ചെറുത്ത് നിൽക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഓർക്കുന്നത്. അത് കേരളത്തിൽ
ഞാൻ അനേകം ബാച്ചുകൾ കേരളത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. 7000 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രയോ ബാച്ചുകൾ പോയിട്ടുണ്ടാവും, ഞാൻ മാത്രമല്ലല്ലോ. ഞാൻ പക്ഷേ 2 സമരം നടത്തിയിരുന്നു. അത് പക്ഷേ കേരളത്തിൽ അതും ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ മട്ടാഞ്ചേരി എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് വൈപ്പിനിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബോട്ടുണ്ട്. അപ്പോൾ അത് 5 മണിക്കാണ്, വൈകിട്ട് 5 മണിക്ക്. പല സമയത്തുണ്ട്. 5 മണിക്കുള്ള ബോട്ടിൽ സമരം നടത്താനാണ് ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങൾ 8 പേരുണ്ട്. 8 പേര് രവീന്ദ്രൻ, അശോകൻ, ദിലീപ്, പ്രകാശ്, ശ്രീധരപ്പൈ, ഗോവിന്ദരാജ്, കലാധരൻ എന്ന് 8 പേരാണ് ഉണ്ടായിരുന്നത്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഈ 8 പേര് ബോട്ടിനകത്ത് കയറി നോട്ടീസൊക്കെ വിതരണം നടത്തി. അവിടെ മുദ്രാവാക്യമൊക്കെ മുഴക്കി, അടിയന്തരാവസ്ഥ പിൻവലിക്കുക, ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, അങ്ങനെ കുറേ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കി. അപ്പോൾ ഈ നോട്ടീസൊക്കെ വിതരണം നടത്തി കഴിഞ്ഞ് ഞാൻ ആ ബോട്ടിൽ 5 മിനിറ്റ് അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രസംഗിച്ചു. അപ്പോൾ ആളുകളിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ അവർ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഈ ഫാസ്റ്റ് പാസഞ്ചർ ബോട്ടിനുള്ള ഒരു പ്രത്യേകത, അത് വൈപ്പിൽ നിന്ന് വന്നേ നിൽക്കുകയുള്ളൂ. മറ്റുള്ള ബോട്ടുകൾ ഇടയ്ക്ക് ഐലൻഡിൽ പോയിട്ടാണ് ഈ വൈപ്പിലേക്ക് പോകുന്നത്. ഈ ബോട്ട് മാത്രം നേരെ അവിടെ പോകും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയാൽ ഒരു 20-25 മിനിറ്റ് നമുക്ക് കിട്ടും. അത് പ്ലാൻ ചെയ്ത് തന്നെയാണ്. അതെ, അതങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ്. കാരണം ഇവിടെ എങ്ങാനും ഐലൻഡിൽ പോലീസോ ആരെങ്കിലും തടഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി ഈ വൈപ്പിനിലേക്കുള്ളത് ഒരു 25 മിനിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഉണ്ടായിരുന്ന നോട്ടീസുകളും വിതരണം നടത്തുകയും അതുപോലെ മുദ്രാവാക്യം മുഴക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് വൈപ്പിനിൽ ചെന്നു. അപ്പോൾ ബോട്ടിനകത്തുള്ള ആളുകളുടെ റിയാക്ഷൻ പലതരത്തിലാണ്. ചില ആളുകൾ അനുകൂലമായിട്ടുള്ളവരും എതിരായിട്ടുള്ളവരും ഉണ്ടല്ലോ. ഇത് കൊടുക്കുമ്പോൾ ചിലർ വാങ്ങിക്കാതെ ഇരുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇത് എവിടെ 4 പേര് കൂടിയാലും ഇങ്ങനെ ആളുകൾ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് വാങ്ങിക്കുന്ന ആളുകളും കണ്ടിരുന്നു. അപ്പോൾ ഇതിനോട് എതിർപ്പുള്ള ചില ആളുകൾ ഈ നോട്ടീസ് നടുക്കുള്ള ഒരു 4 കെട്ടിൻ്റെ അകത്തളം പോലെയുള്ള സ്ഥലത്ത് ഈ ഓയിലും ഇതെല്ലാം കൂടെ നിൽക്കുന്ന സ്ഥലത്ത് ഈ നോട്ടീസ് ഇങ്ങനെ ഇളകി നടക്കുമ്പോൾ അത് പരിസര മലിനീകരണത്തിന് ഇവനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരാൾ പറയുന്ന ഒരു തമാശയും അതിനകത്ത് കേട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈപ്പിലിറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ചില കുട്ടികളെ അവർ തടഞ്ഞ് വെച്ചു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ നേതാവ് വരുന്നുണ്ടെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവരെ വിടുകയും ചെയ്തു. ഞങ്ങൾ എന്നിട്ട് അന്ന് തീരുമാനിച്ചിരുന്നത് അറസ്റ്റ് വരിക്കരുത് എന്ന് തന്നെയായിരുന്നു അന്ന് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് പോലീസിൻ്റെ മുമ്പിൽ പെടാതെ ഈ കാര്യം ചെയ്ത് 2 സമരം നടത്തണം. ഒന്ന് അറസ്റ്റ് വരിക്കാതെയും ഒന്ന് അറസ്റ്റ് വരിച്ചു എന്നുള്ളതായിരുന്നു. പിറ്റേ ദിവസം ഫോർട്ട് കൊച്ചിയിൽ, വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ വന്നു. ഞങ്ങളിവിടെ ഒരു വീട്ടിൽ തങ്ങി. പിറ്റേ ദിവസം ഹാർബർ മാസ്റ്റേഴ്സ് ഓഫീസ് ഉണ്ട്. അപ്പോൾ അത് ഫോർട്ട് കൊച്ചി കഴിഞ്ഞ് മട്ടാഞ്ചേരിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഹാർബർ മാസ്റ്റേഴ്സ് ഓഫീസ്. അവിടെ നിന്നാണ് ആരംഭിച്ചത്, സമരം ആരംഭിച്ചു. ഇതേപോലെ മുദ്രാവാക്യം മുഴക്കി നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനം നയിച്ചുകൊണ്ട് ഇങ്ങനെ ആ വഴി കൂടെ പോയി പാലസ് റോഡ്, ന്യൂ റോഡ് വഴി പാലസ് റോഡിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ആളുകൾ അവർക്കിതിൻ്റെ ഒരു അവസാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. കാരണം ഇവർ തല്ലുകൊള്ളാൻ പോകുന്നവരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അന്നത്തെ കാലം അങ്ങനെ ആയതുകൊണ്ട് ഈ പിള്ളേരെന്ത് തീരുമാനിച്ചിട്ടായി പോകുന്നത് എന്ന്. എത്ര പ്രായം ഉണ്ടായിരുന്നു? അന്നൊരു 23-24 വയസ്സുണ്ടാവണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 8 പേരുണ്ട്. 8 പേരിങ്ങനെ മുദ്രാവാക്യം മുഴക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ഒന്നും പോലീസ് വന്നിട്ടില്ല. പാലസ് റോഡ് ന്യൂ റോഡ് കഴിഞ്ഞ് പാലസ് റോഡിലേക്ക് കടന്നു. ആനവാതിലിൻ്റെ ആ ഭാഗത്ത് സാമുദ്രി സദൻ എന്ന് പറഞ്ഞ് അവിടെ വന്നപ്പോൾ 2 പോലീസ് വാൻ വന്നു. അങ്ങനെയാണ് പോലീസ് വാൻ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ MM അബ്ദുൾ റഹ്മാൻ, പിന്നെ SI VN നടേശൻ, പിന്നെ ASI C രാജഗോപാൽ, ഈ 3 പേരാണ് നേതൃത്വത്തിലുണ്ടായിരുന്നത്. 2 ജീപ്പ് പോലീസ് വാൻ, 2 പോലീസ് ജീപ്പ് വന്നു. ഈ നടേശൻ താഴ്ത്തിറങ്ങിയിട്ട് ഉടനെ തന്നെ ഒരു തെറി പറഞ്ഞിട്ട് ഓർഡറാ എന്ന് പറഞ്ഞു.
അപ്പം ഞങ്ങൾ അറസ്റ്റ് വരിക്കാനും തല്ലുകൊള്ളാനും തീരുമാനിച്ച് വന്ന ആളുകളായതുകൊണ്ട് ആരും പോയില്ല. അപ്പോൾ ലാത്തി ചാർജ് തുടങ്ങി. അവിടെ ചെറിയ 2 സൈഡിലും ഇങ്ങനെ കൾവേർട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചിലരൊക്കെ വീണ്ടും തല്ലി. അപ്പോൾ അവിടെ ദൂരെ ഈ അമ്മമാരൊക്കെ ഇത് കണ്ടിട്ട് ഉറക്കെ കരയുന്നുണ്ട്. പിള്ളേരെ ഇങ്ങനെ അന്നൊക്കെ ഞങ്ങൾ ചെറുപ്പം ആണല്ലോ, ഈ കുട്ടികളെ ഇങ്ങനെ പോലീസുകാർ ഒരു കാര്യമില്ലാതെ തല്ലുന്ന കണ്ടിട്ട് അവർ കരയലും ബഹളമൊക്കെ, കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഓർഡറാന്ന് പറഞ്ഞ് പോലീസ് 2 വാനിൽ നിന്ന് ചാടി ഇറങ്ങി നിന്നിട്ട് പിള്ളേരാരും ഓടിയില്ല എന്നുള്ളത് കൊണ്ട് അവർ എല്ലാവരെയും തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് ഇടുകയും ജീപ്പിനകത്ത് ഇവരും കയറി. അപ്പോൾ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ നടേശൻ പറഞ്ഞു പള്ളുരുത്തിലേക്ക് വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആനവാതുക്കെ നിന്ന് ഈ മട്ടാഞ്ചേരിയിലേക്ക് ഒരു 3 മിനിറ്റ് മതി. പക്ഷേ പള്ളുരുത്തിയിൽ ഈ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യമുള്ള സ്ഥലമാണ്, ഒരു നീണ്ട ഇടനാഴിയും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഈ പള്ളുരുത്തിലേക്ക് വിടാൻ പറഞ്ഞത്. പള്ളുരുത്തി ചെന്നപ്പോൾ ഇവിടെ ആരുമില്ലേ എന്ന് ഇവർ പോലീസ് പോകുന്ന വഴിക്ക് മർദ്ദനങ്ങളൊന്നും ഉണ്ടായില്ല. അതുണ്ട്, അവർ ലാത്തി കൊണ്ട് കുത്തുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതിൽ പോലീസ് വാനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മർദ്ദിച്ചോ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയിൽ. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും ഇവിടെയുള്ള പോലീസ് ഈ ജീപ്പിനകത്തുള്ളവരും കൂടെ ചേർന്ന് പിന്നെ ഒരു 1.5-2 മണിക്കൂർ നേരത്തേക്ക് പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പെരുമാറ്റം ആണ്. അതിന് ഈ അന്ന് കേട്ടിരുന്ന പല മർദ്ദനമുറകളും എടുക്കുകയാണ് അവർ. അതിന് പ്രത്യേകിച്ച് കുപ്രസിദ്ധമായ പല പേരുകളും ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവരിങ്ങനെ ഇടനാഴിയിൽ 2 റോ പോലീസുകാർ നിന്നാൽ നമ്മൾ അതിനിടയിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എവിടെയൊക്കെയാണ് മർദ്ദിക്കുന്നത്, ഇടിക്കുന്നത്, തൊഴിക്കുന്നത്, ചവിട്ടുന്നത്, കുത്തുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നോ ലൈസൻസ് എന്നുള്ള നിലയിലാണ് അവരത് ചെയ്യുന്നത്. അത് പിന്നെ കാലിൻ്റെ ഇടയിൽ കുനിച്ചു നിർത്തിയിട്ട് ഈ കൈമുട്ട് കൊണ്ട് ഇടിക്കുക, ചവിട്ടുക, മുടിക്കുത്തിന് പിടിച്ച് വലിക്കുക, ചൂരലുകൊണ്ട് അടിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് നടേശൻ പറഞ്ഞു തോക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ തോക്ക് കൊണ്ടുപോകും. പിന്നെ ഈ ആളുകളെ കുനിച്ച് നിർത്തിയിട്ട് ഈ ഒലക്ക കൊണ്ട് ഇടിക്കുന്നത് പോലെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ പുറത്ത് ഇടിക്കുക. അപ്പോൾ കുട്ടികൾ, എൻ്റെ കൂടെയുള്ള ആളുകൾ എന്നേക്കാൾ എത്രയോ ചെറിയ എളുപ്പം 20 വയസ്സൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ പുറത്ത് ഇടിക്കുന്ന ഒക്കെ നമുക്ക് കാണാം. എന്നെയും ഒഴിവാക്കിയില്ല. അപ്പോൾ നേതാവിനെ അങ്ങ് വിടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് എനിക്ക് സ്പെഷ്യലായിട്ട് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഒരു അംഗം കഴിഞ്ഞപ്പോൾ പിന്നെ മട്ടാഞ്ചേരിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവർ മട്ടാഞ്ചേരി ചെന്ന് കഴിഞ്ഞപ്പോൾ മട്ടാഞ്ചേരിയുടെ സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഈ കാലിൻ്റെ അടിയിൽ ചൂരൽ കൊണ്ട് അടിക്കുക, തുള്ളിക്കുക, തുള്ളുമ്പോൾ അടിക്കുക, അങ്ങനെയുള്ള ഇതുണ്ട്. അതുപോലെ വളരെ കുപ്രസിദ്ധമായ പട്ടിപ്പൂട്ട് എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അതൊക്കെ വളരെ നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ്. 2 പേര് കുനിച്ച് നിർത്തുക, 2 കാലിൻ്റെ ഇടയുടെ കൈ 2 പേരും പിടിക്കുക. അപ്പം നടുക്ക് പോലീസുകാർ വെട്ടുക, ഇടിക്കുക, തൊഴിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളാണ് നടത്തുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ നട്ടെല്ലൊക്കെ ഇങ്ങനെ നുറുങ്ങുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. കാരണം 2 പേരും നല്ലോണം പിടിക്കുകയും പിന്നെ മുതുകിന് അടി കിട്ടുകയാണല്ലോ. അപ്പോൾ പട്ടിപ്പൂട്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ അന്ന് കുപ്രസിദ്ധമായ പല പ്രയോഗങ്ങളും നടത്തിയിരുന്നു. അതൊരു 2 മണി വരെ ഏതാണ്ട് ഉച്ചവരെ ഈ പ്രയോഗങ്ങളൊക്കെ നടന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മർദ്ദനങ്ങളൊന്നും ഉണ്ടായില്ല ശരിക്കും. രാജഗോപാൽ എന്നെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ അതിനു മുമ്പ് ഇപ്പോൾ അതിന് ശേഷവും വൈക്കം ഗോപകുമാർ, അതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന ശിവദാസൻ ചേട്ടൻ, ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നിൻ്റെ ഭാസ്കറാവ് എവിടെയാടാ, കുരുക്ഷേത്രം ആരാടിക്കുന്നത്
ആരാണ് വിതരണം നടത്തുന്നത്, എവിടെയാണത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവരെ ഒരുപാട് ദിവസങ്ങളോളം മർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ശിവദാസനെ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കിടത്തി മർദ്ദിച്ചിട്ടുണ്ട്. പല ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കണമായിരുന്നു. അതുപോലെ ഭാസ്കറാവ്ജി ഗോപൻചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാസ്കറാവിന് 33 പല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ പല്ലിന്. അപ്പോൾ അതുകൂടെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗോപൻചേട്ടനോട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്, 33 പല്ലുള്ള നിൻ്റെ ഭാസ്കറാവ് എവിടെയാടാ എന്നൊക്കെ ചോദിച്ചിട്ട് മർദ്ദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഈ രാജഗോപാൽ ചോദിച്ച ചോദ്യങ്ങൾ വളരെ തമാശയായിരുന്നു. ഒന്നും അവർക്ക് അറിയേണ്ടിയിരുന്നില്ല. ഞങ്ങൾ ഈ പോയ ബാച്ചിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു ഇൻഫർമേഷനും അവർക്ക് അറിയേണ്ടിയിരുന്നില്ല. കുരുക്ഷേത്രം ഞങ്ങൾ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പാംഫ്ലെറ്റ്സ് ആരടിച്ചു എന്ത് പറഞ്ഞിട്ടില്ല. നിങ്ങളെ ആരാ അയച്ചത് അത് ചോദിച്ച് മർദ്ദിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവരൊക്കെ എവിടെയാണ് എന്ന് ചോദിച്ച് മർദ്ദിച്ചിട്ടില്ല. ഒരു കാര്യങ്ങളും അവർ ഈ സംഘടനാപരമായ രഹസ്യങ്ങൾ എന്ന് വിചാരിക്കാവുന്ന ഒരു കാര്യങ്ങളും അവർക്ക് അറിയേണ്ടിയിരുന്നില്ല. എന്നോട് രാജഗോപാൽ ചോദിച്ചാൽ വളരെ രസകരമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിൻ്റെ ജാതി എന്താടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഹിന്ദുവാണെന്ന്, ജാതി പറടാന്ന് പറഞ്ഞു. ഞാൻ ജാതി പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ ജാതിയാണല്ലോ, അപ്പോൾ എൻ്റെ വകുപ്പ് എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് നീ എത്ര വരെ പഠിച്ചു? പറഞ്ഞു BA ലിറ്ററേച്ചർ. അപ്പോൾ നീ എൻ്റെ അത്രയും പഠിച്ചിട്ടുണ്ട്, നീ എന്താ പോലീസിൽ ചേരാതിരുന്നത് ചോദിച്ചു. ഞാൻ ഇതൊന്നും സ്വാഭാവികമായിട്ട് ഇതൊന്നും മറുപടി പ്രതീക്ഷിച്ച് ചോദിക്കുന്നതല്ലാത്തതുകൊണ്ട് മറുപടി അർഹിക്കുന്നു ഇല്ല, പറഞ്ഞുമില്ല. ഷേക്സ്പിയർ കൃതികൾ ഏതൊക്കെയാണ് നീ പഠിക്കാനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. BAക്ക്. ഞാനിങ്ങനെ മാക്ബത്ത് കിങ് വേഗം പറടാ എന്ന് പറഞ്ഞു. അതിനൊരു ഇടി. അപ്പോഴേക്കും വേറെ ആരോ വിളിച്ചിട്ട് രാജഗോപാൽ പോയി. പിന്നെ കൂടുതൽ ഇങ്ങനെ രസകരമായ ചോദ്യാവലികളൊന്നും എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ ഉള്ള ചോദ്യാവലിയോടൊപ്പം ഇടി ഉണ്ടായിരുന്നു. അതുണ്ട്. അത് ഇടിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചില സില്ലി ചോദ്യങ്ങൾ എന്നുള്ള നിലക്കായിരുന്നു. ഇപ്പോൾ ഈ രാജഗോപാൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് എത്രയോ കാലങ്ങളായിട്ടുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മിക്കവാറും അദ്ദേഹം ഉണ്ടാവണം എവിടെയെങ്കിലും. പക്ഷേ വളരെ നമുക്കിപ്പോൾ മാറി നിന്ന് നോക്കുമ്പോൾ രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ആ പോലീസ് സിസ്റ്റത്തിൻ്റെ ഒരു അപജയം എന്നുള്ളത് വളരെ പ്രകടമാണ്. ആരാണ് ഇവരോട് ഈ തല്ലാൻ പറഞ്ഞത്? ഇത്രയും ആളുകളെ മർദ്ദിക്കാൻ വേണ്ടി ഇവരെ ആരാണ് ഓർഡർ കൊടുത്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ തല്ലിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ഒരു 100 ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ട് പ്രകടനം നടത്തുന്ന ഒരു ബാച്ചിനെ ഇവർ കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക, അതിന് നിയമപരമായി നടപടിയെടുക്കുക. അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഇവർ ഇങ്ങനെ മർദ്ദിക്കുന്നത്? അന്ന് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും അതുപോലെ അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത്? അവരുടെ ഓർഡർ അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ ബാച്ചുകൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങളില്ല. വളരെ മര്യാദയോടുകൂടി പെരുമാറിയിട്ടുള്ള ബാച്ച് പോലീസുകാരും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് 2.5 മാസം ഞാൻ എറണാകുളം സബ് ജയിലിൽ കിടന്നു. എറണാകുളം സബ് ജയിലിൽ കിടന്ന ആ കാലഘട്ടത്തിലാണ് എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന്, അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ മാനേജർ AP വിശ്വനാഥനാണ്. അദ്ദേഹം അതിന് മുമ്പ് ബ്യൂറോ ചീഫായിരുന്നു. നല്ല അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങുന്ന സമയത്ത് AP വിശ്വനാഥനാണ് മാനേജർ. അപ്പോൾ AP വിശ്വനാഥൻ അവിടുത്തെ മാനേജറായിരുന്നു ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്. അപ്പോൾ വിശ്വനാഥൻ്റെ മാനേജർ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ലെറ്റർ വന്നത് എന്നെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന്. അപ്പം ഞാൻ ഈ പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലും ലീവ് എടുക്കാനുള്ള ഒരു സ്കോപ്പില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ സമരം ചെയ്യാൻ പോകുന്നതിന് എനിക്ക് ലീവ് വേണമെന്ന് പറയാൻ പറ്റില്ല. ഇനി ജയിലിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് ലീവ് വേണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ മെഡിക്കൽ ലീവ് എടുത്താൽ അത് കളവാണ്. മെഡിക്കൽ ലീവ് എടുത്തിട്ട് സമരം ചെയ്യാൻ പോയി എന്ന് ഉള്ളത് വേറെ കുറ്റവും കൂടെ ആണ്. അപ്പോൾ ഏത് രീതിയിലും ലീവിന് സാധ്യതയില്ലാത്തവനാണ്. എന്നാൽ പോണെങ്കിൽ പോട്ടെ, ജോലിയല്ലേ പോവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ 2 കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ അത് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ലെറ്റർ എനിക്ക് കിട്ടി. അപ്പോൾ ജോലി ഏതാണ്ട്
കാര്യത്തിലൊരു തീരുമാനമായി. അതിൻ്റെ ഒരു 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 പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ എക്സ്പ്രസ് അന്ന് അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥാ വിരുദ്ധ സമര മുഖത്തിൻ്റെ ഒരു കുന്തമനയാണെന്ന് പറയാവുന്ന ഒരു പത്രമാണ് രാംനാഥ് ഗോയങ്ക. രാംനാഥ് ഗോയങ്കയൊക്കെ അതിൻ്റെ പ്രതീകമാണ്. ഈ രാംനാഥ് ഗോയങ്കയുടെ പത്രത്തിൽ നിന്ന് അതിൽ പണിയെടുത്തിരുന്ന ഒരാൾ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടത്തിയതിന് പുറത്താക്കപ്പെട്ടു എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. കാരണം പക്ഷേ ഇത് ഒരു വിചിത്രമായ ഒരു അനുഭവമാണ്. പക്ഷേ അത് അന്ന് ആരും ഗൗരവമായിട്ട് എടുത്തില്ല. ആ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലും അടിയന്തരാവസ്ഥയിൽ ഇങ്ങനെ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചിട്ട് ആരും ചിന്തിച്ചിട്ടുമില്ല. ഞാൻ തന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഇതിനകത്തുണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു. മറ്റൊന്ന്, ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞു പുറത്തു വന്നു. ആ കാലഘട്ടത്തിൽ എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ നിരോധിക്കപ്പെട്ടു, സത്യവാർത്തകൾ പുറത്തു വന്നിരുന്നില്ല. അപ്പോൾ സത്യം പറയാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രസിദ്ധീകരണങ്ങൾ പ്രസ്ഥാനം തുടങ്ങിയിരുന്നു. അപ്പോൾ അതിൽ കുരുക്ഷേത്രം ഇങ്ങനെ 12 ലക്കങ്ങളോളം വന്ന് ഇറങ്ങിയിരുന്നു ഞാൻ പുറത്തിറങ്ങുന്നു. 13ാമത്തെ ലക്കം മുതൽ ഞാനാണ് ഹരിയേട്ടനാണ് എന്നെ അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. അപ്പോൾ അന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഈ എത്രയോ സീനിയേഴ്സുണ്ട്, അപ്പോൾ അവർ പത്രപ്രവർത്തന രംഗത്തൊക്കെ സീനിയേഴ്സ് ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവർക്കിത് ചെയ്തുകൂടെ, അവരത് കുറച്ചുകൂടി ഭംഗിയായിട്ട് ചെയ്യുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ഈ ഭംഗി മാത്രം പോരല്ലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ചില കാര്യങ്ങൾ വേണമല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അത് 19ാമത്തെ ഇഷ്യൂ വരെ ഞാനായിരുന്നു നോക്കിയിരുന്നത്. അവസാനം അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ഈ കുരുക്ഷേത്രം അവസാനിപ്പിക്കുകയാണോ, ഇനിയും ഇങ്ങനെ ഒരവസരം വന്നിട്ടുണ്ടെങ്കിൽ കുരുക്ഷേത്രം വീണ്ടും വരുമെന്നൊക്കെ പറഞ്ഞ് ആഹ്വാനത്തോടു കൂടിയിട്ടാണ് അത് അവസാനിപ്പിച്ചത്. അപ്പോൾ കുരുക്ഷേത്രം കയ്യിൽ വെച്ചതിന് മർദ്ദനമേറ്റിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ, 100 കണക്കിന് ആൾക്കാരുണ്ട്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് മർദ്ദനമേറ്റവരുണ്ട്. ഇത് എവിടെയാണ് പ്രിൻ്റ് ചെയ്തത് എന്ന് ചോദിച്ച് അതറിയാൻ വേണ്ടി മർദ്ദനമേറ്റ ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പബ്ലിഷർ പ്രിൻറ്റിങ് പ്രസിൻ്റെ ഉടമയ്ക്ക് പോലും കുരുക്ഷേത്രത്തിൻ്റെ പേരിൽ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. മട്ടാഞ്ചേരിയിൽ ഒരു നമ്മുടെയൊക്കെ എന്താ പറയുക, ഈ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്ന ഒരു മുകുന്ദ് പ്രസ് ഉണ്ട്. അവിടെയാണ് ഇത് പഴയ പ്രസ്സാണ്. അപ്പോൾ അതിൽ ശിവാനന്ദ് എന്ന് പറഞ്ഞ ആൾ, പ്രകാശ്, ഇവരൊക്കെ അന്ന് അരബിന്ദോ പ്രസ് എന്നൊക്കെ പറഞ്ഞ അടിയിൽ എഴുതിയിട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. രാത്രിയൊക്കെ അവിടെ നിന്ന് അപ്പോൾ അതെല്ലാം കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് ഒരാൾ താഴ്ത്ത് നിൽക്കും, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ ഒരു പണി പോലെ എടുത്ത ആളുകളാണ് ഇവർ. അതിനുശേഷം അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് ജന്മഭൂമി തുടങ്ങുന്ന സമയത്ത് ശിവാനന്ദജി ജന്മഭൂമിയിൽ അനേകകാലം പ്രസിൻ്റെ ചാർജായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അവിടെ കുരുക്ഷേത്രം അടിച്ചു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുരുക്ഷേത്രം അടിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ കുരുക്ഷേത്രം അടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അന്നത്തെ ഒരു ഐതിഹാസികമായ ഒരു പോരാട്ടമായിരുന്നു ഈ കുരുക്ഷേത്രത്തിൻ്റെ. അതെ, കുരുക്ഷേത്രം ഒരു സമരമുഖമായിരുന്നല്ലോ. അതെ, അത്ര എളുപ്പമായിരുന്നില്ല. എളുപ്പമല്ല. അത് ഞാനെന്ന് വായിച്ചിട്ടുള്ളത്, ഈ പോലീസ് ജീപ്പിൻ്റെ ഉള്ളിൽ പോലും കുരുക്ഷേത്രം എത്തുന്ന രീതിയിലേക്ക്. പോലീസ് സ്റ്റേഷനിൽ ചില ശിവാനന്ദിജിയോട് ശിവാനന്ദിജിയല്ല ശിവദാസ് ഏട്ടനോട് ചോദിച്ച ഒരു ചോദ്യം അതാണ്, ഈ പോലീസുകാർക്കൊക്കെ ആരാടാ ഈ കുരുക്ഷേത്രം കൊണ്ട് തരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ശിവാനന്ദജി ഈ മുകുന്ദ് പ്രസ്സൊക്കെ ഇപ്പോൾ മുകുന്ദ് പ്രസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനതിന് ശേഷം പിന്നെ അവിടെ പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒക്കെ അതിനുവേണ്ടി വളരെ നമുക്ക് അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമാണ്. അവരും പണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നില്ല. അവരവരുടെ ഒരു ഡ്യൂട്ടി, ഇത് ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന നിലയിൽ അവർക്ക് പ്രസ്സാണുള്ളത്, പ്രസ്സിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള നിലയ്ക്കാണ് അന്ന് അത് ചെയ്തിരുന്നത്. അപ്പോൾ
അവർ നമ്മളില്ലെങ്കിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് വരാവുന്ന രീതിയായിരുന്നു. അപ്പോൾ ഈ കുരുക്ഷേത്രത്തിൻ്റെ ചുമതല ഞാൻ അവസാനം വരെ ചെയ്തിരുന്നു. ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പുറത്തു വരികയും പിന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ത്തിൻ്റെ വേഗത കൊണ്ട് ഇന്ദിരാഗാന്ധി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അടിയന്തരാവസ്ഥ വിഡ്രോ ചെയ്യുകയാണല്ലോ. അപ്പോൾ അന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് ഇന്ത്യൻ ജനതയുടെ പ്രതികരണം അതിശയകരമായിട്ടുള്ള പ്രതികരണമായിരുന്നു. കാരണം അവർ പോലും പ്രതീക്ഷിച്ചില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് അടിയന്തരാവസ്ഥയിൽ എല്ലാം അച്ചടക്കം ഉണ്ട്, ജനങ്ങൾ മുഴുവൻ അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, എതിർപ്പുകളൊന്നുമില്ല. ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ തമ്പിങ് മെജോറിറ്റിയിൽ വരാം എന്ന് അവരെ ആരോ ഉപദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റായ ഉപദേശം കൊണ്ട് അവർ അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ചെയ്യുകയും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടായി. പക്ഷേ ഇന്ത്യൻ ജനത ഇന്ദിരാഗാന്ധിയുടെ മകനെയും ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നോർത്ത് ഇന്ത്യയിലെ സകല സ്ഥലങ്ങളിലും ഈ വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും പണിഞ്ഞ അയ്യോ ശിവശിവ എന്ന് പറഞ്ഞ പോലെയാണ് ആളുകൾ, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അനുയായികളും ഒക്കെ കിടന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയും അതിൽ വീണുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അവർ ഒരു കാര്യം ചെയ്തിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തി പിരിച്ചുവിട്ട ആളുകളെ ഗവൺമെൻറ് തലത്തിലും അതുപോലെ പ്രൈവറ്റ് ഫേംസിലും പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു, ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കയറാനൊരു സാധ്യത അതിനകത്തുണ്ട്. അപ്പോൾ ഞാനൊരു ലെറ്റർ കൊടുത്തു ഇന്ത്യൻ എക്സ്പ്രസ്സിൽ, ഇതനുസരിച്ചിട്ട് എന്നെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അന്ന് AP വിശ്വനാഥനാണ് മാനേജറെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് ഈ രാംനാഥ് ഗോയങ്ക അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നയിച്ച ആളാണ്, പത്രം അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഇന്ത്യൻ എക്സ്പ്രസ് ബ്ലാങ്ക് എഡിറ്റോറിയൽ ഇട്ട് പിറ്റേ ദിവസം പുറത്തു വന്ന ഒരു പത്രമാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരാൾ അടിയന്തരാവസ്ഥയിൽ നിന്ന് പുറത്തു പോയ സന്ദർഭത്തിൽ തിരിച്ചു വരാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനത് സ്വാഭാവികമായിട്ടും സംഭവിക്കും എന്നുള്ള നിലയ്ക്ക് ഇന്നൊന്നും സംഭവിച്ചില്ല. പിന്നെ അന്ന് രാംനാഥ് ഗോയങ്ക അല്ലല്ലോ AP വിശ്വനാഥൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റേതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അദ്ദേഹം അതിൽ ഒരു ഉഴപ്പ് കാണിക്കുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോൾ അന്നത്തെ എൻ്റെ ചെറുപ്പം കൊണ്ട് ഞാൻ ഒരു ലെറ്റർ കൊടുത്തു. എന്നെ ഓഗസ്റ്റ് 14-ാം തീയതിക്കകം തിരിച്ചെടുത്തില്ലെങ്കിൽ 15-ാം തീയതി മുതൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുമ്പിൽ മരണം വരെ നിരാഹാര സമരം നയിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതിൻ്റെ റാമിഫിക്കേഷൻസിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയാൻ പാടില്ല. അന്ന് രണ്ടും കൽപ്പിച്ച് ഞാനൊരു ലെറ്റർ കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ വേണുഗോപാൽ BMSൻ്റെ ഓൾ ഇന്ത്യ ഓർഗനൈസിങ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ വേണുവേട്ടനോട് അപ്പോൾ ഞാൻ ഈ നിരാഹാരവ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ രീതികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെറുതെ ഞാനിങ്ങനെ ഒരു കൗതുകം കൊണ്ടും ചെയ്യേണ്ടി വന്നാൽ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. സോ വേണുവേട്ടൻ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ പേടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജശേഖര അതൊക്കെ ചെയ്യുന്നത് ഈ ആദ്യം ഒരു ലെറ്റർ കൊടുക്കും, എന്നിട്ട് അത് എൻ്റെ ഡിമാൻഡ് ഇതാണ്, അത് ചെയ്യണം, അതവർ ചെയ്യില്ല. അപ്പോൾ ഒരു സൂചനാ സത്യാഗ്രഹം വരിക്കും, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം, പിന്നെ ആ സ്ഥാപനത്തിലെ ആളുകളുടെ പിന്തുണയോട് കൂടിയിട്ടൊരു അതങ്ങനെ ബിൽഡപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ എത്തുന്ന സമയത്താണ് ആളുകൾ ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇത് രാജശേഖരൻ ആദ്യം തന്നെ ഹങ്കർ സ്ട്രൈക്ക് എടുത്തു കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ, മാത്രമല്ല 3-ാം ദിവസം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസ് കേസ് ചെയ്ത് കഴിഞ്ഞാൽ താൻ എന്നാ ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയും ഉണ്ടല്ലോ അതിൻ്റെ ഒരു വശം എന്നിങ്ങനെ ഇന്നത്തെ ചിരിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഗൗരവം വളരെയായിരുന്നു. അങ്ങനെ വേണുവേട്ടൻ വളരെ രസകരമായിട്ട് അതിനോട് പ്രതികരിച്ചു.
അന്നത്തെ പ്രാന്തപ്രചാരക് ഭാസ്കറാവ്ജി ചില വ്യക്തിത്വങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് അതിശയകരമാണ്. എന്നെ കാര്യാലയത്തിലേക്ക് വിളിച്ചു. രാജശേഖരൻ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ പ്രസ്ഥാനത്തോടും കൂടെ ആലോചിക്കണം. അതിന് വരാവുന്ന കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് നിരാഹാരം ഇരുന്നു, അവർ പ്രതികരിക്കുന്നില്ല, നമുക്ക് എന്തെങ്കിലും സംതിങ് ഹാപ്പൻസ്, ഐ ആം ആൻസറബിൾ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറയും. കാരണം എന്നെപ്പോലെ എത്രയോ സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രവർത്തകൻ്റെ കാര്യത്തിൽ അന്നത്തെ പ്രാന്ത ഉത്തരവാദിത്വമുള്ള ഒരാൾ ഐ ആം ആൻസറബിൾ എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടി പറയുന്നത് നമ്മുടെ മനസ്സിലും അത് ഫീൽ ചെയ്യും. അപ്പോൾ പ്രസ്ഥാനത്തിലെ ആളുകൾ ചെറിയ ഒരാളുടെ കാര്യത്തിൽ പോലും എത്രമാത്രം അവരതിൽ ഇൻവോൾവാണ്. അപ്പം ഞാൻ എത്രയോ ബാലിശമായിട്ടാണ് ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോലിയാണ് രാജശേഖരന് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് തരാം, ഐ ക്യാൻ പ്രൊവൈഡ് യു ജോബ്. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് മൈ കൺട്രോൾ, അത് എൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല. എന്തായാലും നമുക്ക് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ ഞാൻ സംസാരിക്കാം. അന്ന് ജനസംഘത്തിൻ്റെ മറ്റൊരു വ്യക്തിത്വത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഭാസ്കറാവ്ജിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു അസാമാന്യമായ ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ജനകൃഷ്ണമൂർത്തി ജനസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറഞ്ഞു. ഞാനപ്പോൾ അന്ന് എഴുതി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. കുറേ കാലം അദ്ദേഹം തന്ന എഴുത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ അടിയന്തരാവസ്ഥയുടെ ഒരുപാട് ഇതിലത് പോയി. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ലെറ്റർ ഓർമ്മയുണ്ട്. യു മേ നോട്ട് അപ്രീഷിയേറ്റ് മൈ സ്റ്റാൻഡ് നൗ. ഹങ്കർ സ്ട്രൈക്ക് ഫോർ എ നോബിൾ കോസ് ഈസ് ഗ്രേറ്റ്, ബട്ട് ഫോർ എ പേഴ്സണൽ കോസ് ഹൗഎവർ ഗ്രേറ്റ് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. അപ്പോൾ അങ്ങേർക്ക് എന്നെ വേണമെങ്കിൽ സോപ്പിടാവുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർത്താം. പക്ഷേ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളോട് പറയുമ്പോൾ പോലും അതിൻ്റെ കൃത്യമായ ഒരു നിലപാടിനെക്കുറിച്ച് അദ്ദേഹം എടുത്ത ഒരു സ്റ്റാൻഡ് എനിക്ക് നമ്മൾ വിചാരിക്കുന്ന ഉത്തരമല്ല കിട്ടുന്നത് എങ്കിൽ പോലും അവരെടുക്കുന്ന നിലപാടുകളെക്കുറിച്ചിട്ട് നമുക്ക് അഭിമാനം തോന്നും. കാരണം എത്രയോ കൃത്യമായ നിലപാടുകളാണ്. അപ്പോൾ അവരോട് നമുക്കൊരു കാര്യം പറയാം, അവർ കറക്റ്റ് ഒരു ഉത്തരം കിട്ടുമെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. വെറുതെയല്ല അദ്ദേഹം കുറേ കഴിഞ്ഞ് ജനസംഘത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായത്. BJP ദേശീയ ഉത്തരവാദിത്വത്തിലേക്ക് വന്നത് വെറുതെയല്ല. കാരണം ആ കറക്റ്റ് പെർസ്പെക്റ്റീവ് അദ്ദേഹത്തിന് അന്നും ഉണ്ടായിരുന്നു. എനിക്കത് നേരിട്ട് അനുഭവമുള്ള കാര്യം. ഇത് ചരിത്രത്തിൽ എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടാൻ സാധ്യതയില്ലാതിരുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇത് പറഞ്ഞു, എനിഹൗ വി ഹാവ് സം കോമൺ ഫ്രണ്ട്സ് ഹിയർ, വി വിൽ ഡിസ്കസ് എന്ന് പറഞ്ഞ് അവസാനത്തെ ഒരു വാക്കിൽ അദ്ദേഹം മറ്റൊരു മനോഹരമായ പ്രയോഗം കൂടെ നടത്തി. ഇന്ത്യൻ എക്സ്പ്രസ് ഈസ് നോട്ട് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഓരോ വരിയിലും ഒരു നേതാവിൻ്റെ ഒരു വലിപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ എന്നും വളരെ വിലമതിക്കുന്ന കാര്യമാണ്. അദ്ദേഹവും കേട്ടിട്ടില്ല, കൂടെ നിന്നിരുന്ന ആളുകളും കേട്ടിട്ടില്ല. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത് പറയുമ്പോൾ നമ്മുടെ ആ നേതൃത്വത്തിൻ്റെ ഒരു പക്വതയെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകും. അത് ഈ രണ്ടുപേരുടെ കാര്യങ്ങളിലും എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. ഞാനത് കഴിഞ്ഞ് അദ്ദേഹം രാംനാഥ് ഗോയങ്കയുമായിട്ട് സംസാരിച്ച് എന്നെ ഓഗസ്റ്റ് 14 തിരിച്ചെടുക്കാൻ വേണ്ടി എനിക്കൊരു എഴുത്ത് തരികയുണ്ടായി. അപ്പോൾ ഞാൻ അതിൻ്റെ വിചിത്രമായ കാര്യം, ഓഗസ്റ്റ് 31 എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയത്താണ് ഈ 14 ഹങ്കർ സ്ട്രൈക്ക് നടത്തുമെന്നും പറഞ്ഞ് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിനെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിനെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു നമ്മുടെയൊക്കെ ഒരു അവസ്ഥാവിശേഷങ്ങൾ എന്നുള്ളതാണ് എന്തിനും. എന്നിട്ട് എന്തായി തിരിച്ചെടുത്തിട്ട് അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് കൊച്ചിയിൽ വേക്കൻസി ഇല്ല എന്ന്, കാരണം ഈ വിശ്വനാഥന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തിരിച്ചെടുക്കുന്നത്. അപ്പോൾ
ഇന്ത്യൻ എക്സ്പ്രസ് കൊച്ചിയിൽ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ് എന്നെ ഹൈദരാബാദിലേക്ക് പോസ്റ്റ് ചെയ്തു. 3 വർഷം ഞാൻ ഹൈദരാബാദിൽ നിന്നു. ഓ, ഇന്ത്യൻ എക്സ്പ്രസ് ജോലി ചെയ്തു വീണ്ടും. ഓ പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കയറുക എന്നുള്ളത് നമ്മുടെ ഒരു അഭിമാനത്തിൻ്റെ വിഷയമായിരുന്നു. കാരണം അടിയന്തരാവസ്ഥക്കെതിരെ സമരം നടത്തിയ ഒരു പ്രസ്ഥാനം, അതിൻ്റെ ഭാഗം ആയിട്ടുള്ള ഒരു ജീവനക്കാരനെ, മാധ്യമത്തിൻ്റെ ഭാഗമായ ഒരാൾ അതിനെതിരെ സമരം നടത്തിയ പ്രസ്ഥാനത്തിൽ നിന്ന് ആൾ തിരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്സിന് കയറുക എന്നുള്ളതൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ്. അല്ലെങ്കിൽ അന്ന് വിചിത്രമായത്, അന്നൊക്കെ പ്രൈവറ്റ് ജോലികൾ ഇതിനേക്കാൾ കാശ് കിട്ടുന്ന സാമ്പത്തിക ലാഭമുള്ള ഒരുപാട് വഴികൾ വേറെ ഉണ്ടായിരുന്നു. ഭാസ്കരാവജി തന്നെ പറഞ്ഞല്ലോ, വേറെ ജോലിയാണെങ്കിൽ വേറെ തരാം എന്ന് വെച്ചാൽ ഒരു പ്രസ്ഥാനത്തിന് അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊന്നും പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ടുള്ളതല്ല. നമ്മുടെ ഒരു ബുദ്ധിമുട്ടിൽ അത് ചെയ്യാനും തയ്യാറായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ കയറണം എന്നുള്ളൊരു ആഗ്രഹം. ഞാൻ 32-33 കൊല്ലം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തുടർച്ചയായിട്ട് പിന്നീട് അതിനുശേഷം ജോലി ചെയ്തു. പത്രപ്രവർത്തനത്തിൻ്റെ നല്ലൊരു പങ്ക്. ഞാൻ ചീഫ് സബ് ആയിട്ടാണ് അവിടെ നിന്ന് ദ സൺഡേ ഇന്ത്യൻ മാഗസിൻ്റെ എഡിറ്ററാകാൻ വേണ്ടി കേരളത്തിൻ്റെ 14 ഭാഷകളിൽ പബ്ലിഷ് ചെയ്തിരുന്ന ഒരു മാഗസിനാണ് സൺഡേ ഇന്ത്യൻ. അപ്പോൾ അന്ന് അവർ കേരളത്തിലെ ഒരു എഡിറ്ററെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഞാനാണ് അതിൽ ബന്ധപ്പെട്ടതും എന്നെയാണ് ചുമതല ഏൽപ്പിച്ചതും. അപ്പോൾ ഞാൻ സൺഡേ ഇന്ത്യൻ മാഗസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാകാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് റിസൈൻ ചെയ്യാനുണ്ടായത്. അങ്ങനെയാണ് അതുവരെ 33 കൊല്ലം 73 മുതൽ 33 കൊല്ലം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലോങ് ഇന്നിങ്സ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെയായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് നല്ല പേ മാസ്റ്റേഴ്സൊന്നും ആയിട്ടല്ല. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്നത് അന്നത്തെ കാലത്ത് എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹവും ഒരു വലിയ അഭിമാനവും ആയിരുന്നു. കാരണം അവരുടെ എഡിറ്റോറിയൽ സ്റ്റാൻഡുകൾ ഒക്കെ, അവർക്കൊരു സ്റ്റാൻഡുണ്ട്. പല പത്രങ്ങളും വായിച്ച് എഡിറ്റോറിയൽ വായിച്ച് കഴിയുമ്പോൾ നിലപാട് എന്താണെന്നുള്ളത് പിന്നെയും നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഇന്ത്യൻ എക്സ്പ്രസ്സിന് അങ്ങനെയല്ല, എല്ലാ വിഷയത്തിലും ഒരു നിലപാട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ വർക്ക് ചെയ്യുന്നത് എപ്പോഴും അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വേറൊരു കാര്യം, ഈ അടിയന്തരാവസ്ഥക്കെതിരെ സാധാരണ പോരാടിയതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മേനി നടിക്കുന്നവർ പലരും, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ പലരും ഇപ്പോഴും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ എങ്ങനെയായിരുന്നു അടിയന്തരാവസ്ഥയെ നേരിട്ടത്? അതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താണ്, നമുക്ക് വേറെ ഒരു സ്ഥലത്തും അന്വേഷിച്ച് പോകണ്ട. ഇന്ദിരാഗാന്ധിയുടെ മകനെയും തോൽപ്പിച്ച് നോർത്ത് ഇന്ത്യ കേരളത്തിൽ കോൺഗ്രസിനെയാണ് ജയിപ്പിച്ചത്. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പും ഒളിച്ചുകളിയും അവസരവാദപരമായ സമീപനവും ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റവും കൊണ്ടാണ് അത് സംഭവിച്ചത്. ജനങ്ങൾക്ക് ഇവരെ വിശ്വാസത്തിലെടുക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെ വിശ്വസിക്കും ഇവരെ? AK ഗോപാലനും EMS ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഏതാനും ആഴ്ചകൾക്കകം അവർ പുറത്തു വന്നു. AKGക്ക് എന്തുകൊണ്ടാണ് പുറത്തു വന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടിയുണ്ടായിരുന്നില്ല. അത് EMSന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അത് മാത്രമല്ല, രാമപിള്ള സാറ് അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്. ഈ EMSനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ട സമയത്തൊന്നും അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല. ഗോഡ്ബോളെ അത് അന്ന് അഖിലേന്ത്യാ തലത്തിൽ ജനസംഘത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് നമ്പൂതിരിപ്പാടിനെ എങ്ങനെയെങ്കിലും കണ്ടേ പറ്റൂ എന്ന നിലയിലൊരു നിലപാടെടുത്തു, അടിയന്തരാവസ്ഥക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്. അന്ന് അദ്ദേഹം എന്നിട്ട് രാമപിള്ള സാർ ഇദ്ദേഹത്തെയും കൂട്ടിയിട്ട് പോയി ഒരു സഖാവ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ടെന്നോ മറ്റോ പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത്. പിന്നെ അദ്ദേഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഗോഡ്ബോളെ ആണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അദ്ദേഹം അല്പം ചളിപ്പോട് കൂടിയിട്ടാണെങ്കിലും സംസാരിച്ചു. അന്ന് അവർ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തണ്ട എന്നാണ്, അടിയന്തരാവസ്ഥയ്ക്കെതിരെ വലിയ സമരങ്ങൾക്കൊന്നും പോകണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് എന്ന് EMS വളരെ വ്യക്തമായിട്ട് ഗോഡ്ബോളെയോട് പറയുകയും ചെയ്തു. അന്ന്
അഖിലേന്ത്യാ തലത്തിൽ ലോക് സംഘർഷ സമിതിയുടെയൊക്കെ സമരത്തിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കൂട്ടായ ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിരിക്കുമെന്നുള്ള നിലയ്ക്ക് ആ കൂട്ടായ സമരത്തിന് EMS തയ്യാറായില്ല. അഖിലേന്ത്യാ തലത്തിൽ ഈ ഇരട്ടത്താപ്പ് എല്ലാ സ്ഥലത്തും അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളവരെ വിശ്വസിച്ചില്ല. ജനങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ എല്ലാ സ്ഥലത്തും പ്രതിപക്ഷത്തിന് അധികാരത്തിലേറ്റി കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന് കൈയൊഴിഞ്ഞു. അതിൽ ജനതാ പാർട്ടി ഇലക്ഷനെ നേരിടുന്നതൊക്കെ ശക്തി ഉണ്ടായിരുന്നില്ല, കേരളത്തിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജനതാ പാർട്ടി ഇവിടെ വിജയിച്ചില്ല. RSS പൊളിറ്റിക്കൽ ഫീൽഡ്, ഈ RSS ആണ് ഫൈറ്റ് ചെയ്ത ഒരു വലിയ പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഇലക്ട്രൽ ഫ്രണ്ടിൽ നിന്നില്ല. അത് സ്വാഭാവികമായിട്ടും ജനതാ പാർട്ടിയുടെ ഒരു ശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സമരം ചെയ്ത ആളുകൾ ഇലക്ഷനിൽ നിന്നില്ല. ഈ ഡ്യൂപ്ലിസിറ്റി കാണിച്ച ആളുകളെ ജനം കൈയൊഴിയുകയും ചെയ്തു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം തടഞ്ഞത്. അത് വളരെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ഏത് പ്രസ്ഥാനമാണെങ്കിലും എന്തൊക്കെ വാചകം പറഞ്ഞാലും അത് അനുവദിക്കില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പല സംസ്ഥാനങ്ങളിലും, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അങ്ങനെ അനേകം സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയിട്ടുള്ള ആളുകൾ, അവർ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ പെൻഷൻ കൊടുത്തു. കേരളത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷം ഇവർക്ക് ഈ വലിയ സമരം നയിച്ച നേതാക്കന്മാരാണല്ലോ, എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാതിരുന്നത്? അവരാണല്ലോ അധികാരത്തിൽ വന്നത്. പെൻഷൻ കിട്ടുന്നത് കൂടുതലും RSSകാർക്കായി പോകും. അതുകൊണ്ട് അവർ കൊടുത്തില്ല. അതാണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്. ഇപ്പോൾ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് കൊടുക്കാനുള്ള മടി, കേരളത്തിലൊരു 80% സമരമുഖത്തും ഉണ്ടായിരുന്നത് RSSകാരാണ് എന്നുള്ളത്. പിന്നെ നക്സലൈറ്റുകളുടെ വിഷയം സത്യത്തിൽ നക്സലൈറ്റുകളെ അവർ അടിയന്തരാവസ്ഥ വന്നാലും ഇല്ലെങ്കിലും പോലീസിനെതിരെ നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായിട്ട് അടിയന്തരാവസ്ഥയും ഒരു കാരണമായി അവർ പോലീസ് ഇതുള്ളൂ. ഇവർക്കെതിരെ നടന്ന അത്യാചാരങ്ങൾ മുഴുവൻ അല്ലെങ്കിലും പോലീസ് ചെയ്യുന്ന അത്യാചാരങ്ങളാണ്. അടിയന്തരാവസ്ഥയിലായപ്പോൾ കരുണാകരനും അച്യുതമേനോനും കിട്ടിയ അവസരം ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും സമരമുഖത്ത് പല സ്ഥലത്തും സമരം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ അതിലൊന്നും ഒരു എന്താ പറയുക, ഒരു ഈ സംഘടനാ സ്വഭാവത്തിൽ തീരുമാനമെടുത്ത് ഒരു സംസ്ഥാന വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ലഘുലേഖകൾ, ഇതൊക്കെ കുരുക്ഷേത്രം എന്നുള്ള പേരിലുള്ള, അത് കല്ലച്ചിൽ അച്ചടിച്ചു എന്നൊക്കെ, അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ അതേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നടന്നു? ഇതിൻ്റെ എഴുത്ത്, അതിൻ്റെ അച്ചടിക്കൽ, അത് കഴിഞ്ഞ് അതിൻ്റെ വിതരണം, കേരളത്തിൽ എവിടെയും കുരുക്ഷേത്രം കിട്ടുന്നൊരവസ്ഥയിലേക്ക് അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ചോദ്യമാണ്. അതായത് മൊത്തം സെൻസർഷിപ്പാണ്, പത്രങ്ങൾ പുറത്തിറങ്ങുന്നില്ല, ഇറങ്ങിയാൽ തന്നെ സർക്കാർ നോക്കിയിട്ട് മാത്രമേ അത് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇന്ദിരയ്ക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാത്തൊരു കാലം. അന്ന് കുരുക്ഷേത്രം പോലെ ഒരു പ്രസിദ്ധീകരണം എങ്ങനെ കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. എങ്ങനെയാണ് അത് നടന്നത്? അത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളത്, അടിയന്തരാവസ്ഥയുടെ പ്രവർത്തനങ്ങൾ പല ഭാഗത്തും പല ഭാഗത്തും ബ്രേക്ക് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഒരാളെ കുരുക്ഷേത്രം കയ്യിൽ വെച്ചതുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആരാണ് കൊടുത്തത് എന്ന് പോലീസ് നിർബന്ധമായിട്ട് ചോദിക്കുമല്ലോ. ആരാണ് കൊടുത്തതെന്ന് അയാൾക്ക് അറിയാൻ പറ്റില്ല. കാരണം അയാളുടെ വീടിൻ്റെ അവിടെ ഒരു കെട്ട് വന്ന് കിടക്കും, അയാളതെടുക്കും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണെന്നുള്ളത് അയാൾക്കറിയാം. ആരാണിത് അവിടെ കൊണ്ടുവന്ന് കൊടുത്തത് എന്നുള്ളത് ഇയാൾക്ക് അറിയാൻ പറ്റില്ല. അവിടെ അത് ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ പോലീസ് ഇതിൻ്റെ പേരിൽ ചോദ്യം ചെയ്ത് ഇയാളെ കൊന്നാൽ പോലും അയാളുടെ അടുത്തുനിന്ന് ഈ ഒരു സീക്രട്ട് എന്ന് പറയാവുന്ന ഈ ഒരു കാര്യം അവർക്ക് മനസ്സിലാവില്ല, അദ്ദേഹത്തിന് അറിയില്ല. അവർക്കറിയില്ല. ഇനി
ഈ കുരുക്ഷേത്രത്തിൻ്റെ ഏത് ഘട്ടത്തിൽ എവിടെ അറസ്റ്റ് നടന്നാലും അതിന് മുമ്പുള്ള ഘട്ടത്തെക്കുറിച്ചിട്ട് അവർ ഇഗ്നറൻ്റാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചിലപ്പോൾ ചില കെട്ട് വാർത്തകൾ വരും. ചിലത് ഞാൻ തന്നെ വായിച്ചും ഒക്കെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുരുക്ഷേത്രം പുറത്തു വരാറ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എം ഗോവിന്ദൻ്റെ കവിത എഴുത്തോ നിൻ്റെ കഴുത്തോ എന്ന് ചോദിച്ചൊരുവൻ എൻ്റെ മുന്നിൽ വരും മുമ്പേ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തിലേക്കെങ്കിൽ അങ്ങോട്ട്, എൻ്റെ ദൈവമേ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തിലെങ്കിൽ അങ്ങോട്ട് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കവിത കുരുക്ഷേത്രത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അന്ന്. അപ്പോൾ അത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒരു സാഹിത്യകാരന് പ്രതികരിക്കാവുന്നതിൻ്റെ പാരമ്യമാണ്, അതും വളരെ ചെറുതായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കിട്ടാവുന്ന ന്യൂസ്, പിന്നെ പലതും ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പാർലമെൻറ്റിൽ വന്നു പോയത്, അതൊക്കെ സംസ്ഥാന തലത്തിൽ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മളുടെ അടുത്ത് എത്തിക്കും. നമ്മളത് ഇംഗ്ലീഷാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, കൊടുക്കും, എഡിറ്റ് ചെയ്യും. ഞാൻ ഈ പത്രത്തിലുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു വിസിബിൾ ഫോർമാറ്റിൽ ആയിരിക്കും. മറ്റത് ചിലപ്പോൾ ഒരു നോട്ടീസ് പോലെ വന്നിരുന്നത്, അതിന് ഒരു ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് ഒരു പത്രത്തിൻ്റെ ഒരു സ്വഭാവം, അന്ന് പരിമിതമായ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. അതൊന്നും നമുക്ക് ഒരു ഹറിബറിയിൽ ചെയ്യുന്ന സമയത്ത് നോക്കാൻ, സൗന്ദര്യമൊന്നും നോക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പറ്റാവുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ലിറ്ററേച്ചർ, നമ്മുടെ ന്യൂസ്, ഇതൊക്കെ സംസ്ഥാന തലത്തിലും നാഷണൽ ലെവലിലും ഈ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സംഘർഷ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. അത് നമ്മൾ കുരുക്ഷേത്രത്തിൽ കൊടുക്കും. ആദ്യം അത് എഴുതും, അത് ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. അത്രയും കാര്യങ്ങൾ പ്രിൻ്റ് ചെയ്യാനുള്ളത് എന്നോട് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നത് പ്രസ്സിൽ, അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രസ് കണ്ടെത്തിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ പ്രസ്സുകൾ മാറ്റിയിട്ടുണ്ടാവണം, പലപ്പോഴും എന്തെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ടാവും. എന്തായാലും ഇത് ഓരോ സെഗ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ കട്ട് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അത് ഈ അതായത് എവിടെ അച്ചടിക്കുന്നു എന്നുള്ളത് അടുത്ത വിതരണം ചെയ്യുന്നവർക്ക് അറിയണമെന്നില്ല, ആർക്കും അറിയണമെന്നില്ല. വിതരണം ചെയ്യുന്നവരാരാണെന്ന് അടുത്ത് കൊടുക്കുന്നവർക്ക് അറിയില്ല. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ കയ്യിൽ നോട്ടീസ് കിട്ടിയത്, നോട്ടീസ് വിതരണം നടത്താൻ വേണ്ടി എവിടെ നിന്ന് നോട്ടീസ് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് പോയ ആർ പ്രകാശ് തന്നിട്ട് പോയതാണെന്ന് പറയും. അതുള്ളൂ. ആർ പ്രകാശ് ജയിലിലാണ്. പിന്നെ അയാൾ തന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റിയിട്ട് അന്വേഷണങ്ങൾ പിന്നെ എൻ്റെ കേസിൽ പറഞ്ഞതുപോലെ സില്ലി ചോദ്യങ്ങൾ ചോദിച്ച് ഇടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അതിനൊരു മറുപടി വേണമെന്ന നിർബന്ധം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ സമയം ആയപ്പോഴത്തേക്ക് അവർക്കൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അതെ. ചില കാര്യങ്ങളുണ്ട്. ഞാൻ അന്ന് കേട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് യാദവ് ജോഷിയുടെ. യാദവ് ജോഷിക്ക് ചെറിയ പെയിൻ പോലും താങ്ങാൻ പറ്റുന്ന ആളാണ്. അഖിലിൻ്റെ നേതാക്കന്മാരിൽ വളരെ അടുപ്പമുണ്ടായിരുന്നത് ഞാനും രാജയും തമ്മിൽ അടുപ്പം ഉണ്ടായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധം, എന്നോടും അങ്ങനെ ഒരു വാത്സല്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാനും അദ്ദേഹമൊക്കെ ഒരുമിച്ച് ഈ ശങ്കരാഭരണം സിനിമ കാണാൻ പോയിട്ടുണ്ട് ഹൈദരാബാദിൽ. അപ്പോൾ യു ക്യാൻ ഇമാജിൻ. അപ്പോൾ പിന്നെ അത്രയും ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യത്തിൽ ഞാൻ ഹൈദരാബാദിൽ, ആന്ധ്രയിൽ, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അവിടെയാണല്ലോ എന്നെ വിട്ടത്. ഞാൻ കാര്യത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടക്കാനിങ്ങനെ പോവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിട്ടത്. ഇങ്ങനെ ആണ് ഈ സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെ ഇവർ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഹൈഡ് ഔട്ട് അദ്ദേഹത്തിന്. അപ്പോൾ അന്ന് പോലീസുകാരുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലോകസംഘർഷ സമിതിയുടെ അഖിലേന്ത്യാ നേതാവാണ്. ഐ നോ ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട് ഓഫ് ലോക് സംഘർഷ സമിതി. ഈവൻ ഇഫ് യു കിൽ മീ ഐ വിൽ നോട്ട് ഡൈവേർജ് എ സിംഗിൾ വേർഡ് എന്ന് പറഞ്ഞു. അവർ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അങ്ങനെയുള്ള ഒരാളോട് പോലീസിനോ അല്ലെങ്കിൽ പട്ടാളത്തിനോ അല്ലെങ്കിൽ നിയമത്തിനോ അല്ലെങ്കിൽ വ്യവസ്ഥയ്ക്കോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം ഈ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മർദ്ദിച്ച് നോക്കാം എന്നുള്ളതേ ഉള്ളൂ, എന്തെങ്കിലും കിട്ടും. അങ്ങനെ ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടത്തിയിട്ടുള്ള ഒരു 80 to 90%, ഇപ്പം ഞാനൊരു സാധാരണ മനുഷ്യൻ, എനിക്ക് പോലീസ് മർദ്ദനം കേൾക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. പോലീസ് മർദ്ദനത്തിൻ്റെ വേദനയെ പറ്റിയിട്ട് എനിക്ക് ഭീതിജനകമായ ഉത്കണ്ഠ ഉണ്ടായിരുന്ന ആൾ. അപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മനസ്സിനെ എൻ്റെ ബോധമണ്ഡലത്തെയൊക്കെ ഞാൻ അതിനു വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ്. തയ്യാറെടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവൻ്റെ ഈ തോക്കിൻ്റെ പാത്തി നമ്മുടെ പിറകിൽ വീഴുന്നത് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അതും സംഭവിച്ച് അടുത്ത മർദ്ദനത്തിന് വേണ്ടി നോക്കി കാണും. ഇവൻ ചെയ്യുമല്ലോ. പിന്നെ ആ നിലയിലാണ് അതിന് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടത്തിയിട്ടുള്ള പല ആളുകളും കാണുന്നത്. അന്നത്തെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അസാമാന്യമായ സ്പിരിറ്റാണ്. അടിയന്തരാവസ്ഥയുടെ പോസ്റ്റ് എമർജൻസി പീരീഡ് ഇപ്പോൾ 50 years ആവുന്നു. 49 വർഷം. ഈ ജൂൺ 25 അടുത്ത വർഷം 50 വർഷത്തിനിടയിൽ അന്ന് അടിയന്തരാവസ്ഥക്കെതിരെ സമരം നയിച്ചിട്ടുള്ള ആളുകൾ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആലോചന ഇടയ്ക്ക് ഉണ്ടായിരുന്നു. 2015 അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആലോചനയുടെ ഭാഗമായിട്ട് അസോസിയേഷൻ ഓഫ് ദി എമർജൻസി വിക്ടിംസ് എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരുന്നു. അതിലൊരു സ്ഥാപക വൈസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പോൾ അത് അടിയന്തരാവസ്ഥയെ അറിയാനും അറിയിക്കാനും അതിൽ പങ്കെടുത്ത ആളുകളുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഇഷ്യൂസ് പലപ്പോഴും പല തിരക്കിനിടയിലും നമുക്ക് മറ്റുള്ളവരുടെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമോ സൗകര്യമോ സാഹചര്യങ്ങളോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ചിട്ട് ചിന്തിക്കുകയും 2015 ഒക്ടോബർ 2 ആലുവയിലൊരു വലിയ സമ്മേളനം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഈ 1000 ഏതാണ്ട് കേരളത്തിലെ 1000-ഓളം അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാളികളുടെ സമരചരിത്രമൊക്കെ വീഡിയോഗ്രാഫി ചെയ്യേണ്ടായി. നമ്മൾ പലപ്പോഴും മർദ്ദനമുറകളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളുകൾ അതെല്ലാം മറന്നുപോയ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അത് ശരിയായിട്ട് ഒരു ചിത്രരൂപത്തിൽ അത് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു പുസ്തകം വേണം എന്നുള്ളത് കൊണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ പോലീസ് മർദ്ദനങ്ങളുടെ രീതികളും അതിന് അവരിട്ടിരുന്ന പേരുകളും കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു പുസ്തകം ഒക്കെ. പിന്നെ അത് ഞാൻ ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിൽ പുറത്തു കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഇത്. പിന്നെ ഈ 1000 പേരുടെ ചരിത്രം വീഡിയോഗ്രാഫി ചെയ്തത് ഇത് സംഭവിച്ചിരുന്നു. അങ്ങനെ ആ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഒക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയിരുന്നു. 3000-ഓളം പേരുടെ ഒരു ലിസ്റ്റ് രൂപപ്പെടുത്തുകയുണ്ടായി. അസോസിയേഷനാണ് അത് ആദ്യമായിട്ട് ചെയ്തത്. ഡോക്യുമെൻ്റ് അത് അതിനുശേഷം പിന്നീട് ആ ഡോക്യുമെൻ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ട് ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട്, അന്ന് അടിയന്തരാവസ്ഥയുടെ ആ അസോസിയേഷൻ്റെ രക്ഷാധികാരി ഗോപൻ ചേട്ടനായിരുന്നു, ഗോപകുമാർ. അദ്ദേഹം മരിച്ചു പോയല്ലോ. അപ്പോൾ അന്ന് കോഴിക്കോട് പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിക്ക് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമര സേനാനികളുടെ ഈ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിനൊരു മെമ്മോറാണ്ടം കൊടുത്തിരുന്നു. അപ്പോൾ അവരുടെ കാര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ഏതാണ്ട് കേരളത്തിൽ ഒരു 3000-ഓളം ആളുകൾ ഒറ്റയ്ക്ക് പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ലെറ്റർ അയക്കുന്ന കുറച്ച് കാര്യങ്ങൾ അന്ന് ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം അനേകം സ്ഥലങ്ങളിൽ അടിയന്തരാവസ്ഥ വിരുദ്ധയെക്കുറിച്ചിട്ട് ലേഖനങ്ങൾ വരികയുണ്ടായി. കുറേ ലേഖനങ്ങൾ പലരും കേരളത്തിൽ എഴുതുകയുണ്ടായി. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു നറേറ്റീവ്,
കേരളത്തിൽ അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരം നടത്തിയിരുന്നത് നക്സലേറ്റുകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമാണ് എന്നുള്ള കേരളത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വളരെയേറെ ഈ ശ്രമങ്ങൾക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ അതിനുശേഷം പലപ്പോഴും ആളുകൾ മരിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം നടത്തിയിട്ടുള്ള സമരസേനാനി ആയിരുന്നു എന്നും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുന്നു എന്നുള്ളത് ഒരു അതിനുശേഷം വന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു സംഭവമായിട്ട് ആളുകൾ പരിഗണിച്ചിട്ടില്ല. ഇങ്ങനെ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരം നടത്തിയത് ഒരു പലരും മറന്നുപോയ ഒരു കാര്യമാണ്. ഈ കേരളത്തിലെ 90% സമരസേനാനികളും അവശരായിട്ടുള്ള ആൾക്കാർ വലിയ വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആളുകൾ ആയിരുന്നില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് കഴിഞ്ഞു, അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ മറന്നു കിടക്കുന്ന ഒരു കാര്യം. അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാലും അത് മറന്നു തന്നെ പോകുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മരിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു വലിയ റെജീം മാറ്റിമറിക്കാൻ വേണ്ടി ഒരു പോരാളിയായിരുന്നു എന്ന് ഒരു വാക്ക് അവരുടെ ഒബിച്വറി കോളത്തിൽ ഉണ്ടാകുന്നത് ചെറിയ കാര്യമല്ല. അത് ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ, എൻ്റെ തിരക്കും മറ്റ് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് കുറച്ച് മാറി ഉണ്ടെങ്കിൽ പോലും ആ പ്രവർത്തനങ്ങൾ അന്നത്തെ കാലത്ത് സജീവമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ പ്രസ്ഥാനവും അതിനനുസരിച്ചിട്ട് അതിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും സാമ്പത്തികമായി സഹായം ചെയ്യുന്ന കാര്യങ്ങളിലുമൊക്കെ ശ്രമങ്ങളുണ്ട്. പല ആളുകളും ദുരിതമനുഭവിച്ച ആളുകൾക്കൊക്കെ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അസോസിയേഷൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഞാനിപ്പോൾ വഹിക്കുന്നില്ല. പക്ഷേ അസോസിയേഷൻ ആ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ജില്ലാതലത്തിലുള്ള അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൻ്റെ ചരിത്രമൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്കറിയാം.